എന്നെ വെളുപ്പിക്കണേ, പൊക്കം കൂട്ടി തരണേ, മുടി സ്ട്രെയിറ്റ് ആക്കി തരണേ. എന്റെ പഠിപ്പ്, ക്യാരക്ടർ, അച്ചീവ്മെന്റ്സ് ഇതൊന്നും ആർക്കും അറിയണ്ട. സ്വന്തം ലൈഫിൽ സമാധാനം കണ്ടെത്തിയവർ മറ്റുള്ളവരെ തള്ളിയിടാൻ നോക്കില്ല. ഐ ഏദർ ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് ഓർ വാക്ക് അവേ. എന്റെ സേഫ് സ്പേസ് ഞാൻ തന്നെയാണ്. നിങ്ങളിൽ പലരെയും പോലെ ബോഡി ഷേമിങ് ചെറുപ്പം തൊട്ട് അനുഭവിച്ച ഒരാളാണ് ഞാനും. ഇതിന് പലപ്പോഴും തുടക്കം കുറിക്കാൻ നമ്മുടെ വീട്ടുകാർ തന്നെയായിരിക്കും. നിനക്ക് ഉമ്മാൻ്റെ കളറില്ലല്ലോ, നിന്റെ മുടി എന്തത്ര ചുരുണ്ടിട്ട്. ഇതിലൊന്നും തീരുമാനം ഉണ്ടാക്കുന്നത് നമ്മളല്ല. പക്ഷെ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോരാ എന്നുള്ളത് അപ്പോൾ തൊട്ടേ നമ്മുടെ മനസ്സിൽ കയറിക്കൂടും. ഇനി ആരെങ്കിലും ജെന്വിനായിട്ട് എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ പോലും ഇവരെന്നെ ആക്കുകയാണോ, അങ്ങനെ എനിക്ക് തോന്നിയിരുന്നത്. അത്രയ്ക്കും ഡാമേജാണ് പലരും സില്ലി ആയിട്ട് കാണുന്ന ഈ ബോഡി ഷേമിങ് ഉണ്ടാക്കുക. നമ്മുടെ കൾച്ചറൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇതിനൊട്ടും ഹെൽപ്ഫുൾ അല്ലായിരുന്നു. ഏത് പരസ്യം എടുത്ത് നോക്കിയാലും വെളുത്ത പെൺകുട്ടികൾക്കാണ് നല്ല ജോലി, സക്സസ് ഇതൊക്കെ ഉണ്ടാവുക. ഡാർക്കർ സ്കിൻ ഷെയ്ഡ്സ്, തടിയുള്ള ആൾക്കാരെയൊക്കെ ഒരു കോമഡി പീസ് പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ലൈഫ് സ്റ്റാർട്ടാവും മുന്നേ നമ്മൾ എവിടെ എത്തൂല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. ടീനേജ് പ്രായത്തിലൊക്കെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫുൾ സുന്ദരിയാവണം എന്നൊക്കെയായിരുന്നു എൻ്റെ ഗോൾ. ഹൈസ്കൂൾ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഉംറയ്ക്ക് പോയത്. അന്ന് അവിടെ ഞാൻ പ്രാർത്ഥിച്ചത് ലൈഫിൽ എനിക്ക് സക്സസ് വേണമെന്നോ ഹാപ്പിനെസ് വേണമെന്നോ എന്നൊന്നും ആയിരുന്നില്ല. എന്നെ വെളുപ്പിക്കണേ, പൊക്കം കൂട്ടി തരണേ, മുടി സ്ട്രെയിറ്റ് ആക്കി തരണേ, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പാവം തോന്നും. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും ചെറിയ പ്രായത്തിൽ എത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനത്തെ വാക്കുകൾ. ഈ മൈൻഡ് സെറ്റ് മാറ്റിയാൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിന് വലിയൊരു റോളുണ്ട്. എന്നോട് നല്ലപോലെ പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചൂടായിട്ടും വഴക്ക് പറഞ്ഞിട്ടൊക്കെയാണ് എന്തെങ്കിലും സെൻസ് എൻ്റെ തലയിൽ കയറ്റിയിരുന്നത്. ഞാൻ എങ്ങനെയാണോ അതിൽ ഹാപ്പി ആവാനും ബ്യൂട്ടി അല്ല ഹെൽത്ത്, ക്യാരക്ടർ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ അവർ പറഞ്ഞു തന്നു. ഒറ്റയടിക്ക് ഷിഫ്റ്റ് ഒന്നും ആയില്ല. പക്ഷെ മെല്ലെ മെല്ലെ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടാകുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുക ചെയ്യും. മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ റെസ്പോൺസാണ് എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്ന് ഞാൻ റിയലൈസ് ചെയ്തു. കല്യാണത്തിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബോഡി ഷേമിങ് ഡബിളായി. കാണുന്നവരും പോകുന്നവരും ഒക്കെ സ്കിൻ കളർ, ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ വെച്ച് അളക്കലായിരുന്നു പണി. എൻ്റെ പഠിപ്പ്, ക്യാരക്ടർ, അച്ചീവ്മെൻറ്റ്സ് ഇതൊന്നും ആർക്കും അറിയണ്ട. ഭംഗിയുള്ള പെൺകുട്ടികളുടെ ലൈഫ് ഈസി ആയിരിക്കും എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. നടിമാരെക്കാട്ടിയും ഭംഗിയുള്ള പെൺകുട്ടികളായിരിക്കും. അവരെയും ഡൗറി, വീട് പണി ഇതിൻ്റെയൊക്കെ പേരിൽ ചെറുതാക്കൽ തന്നെയായിരുന്നു. ഭംഗി അവർക്കൊരു രക്ഷയായിട്ട് വന്നില്ല. രക്ഷയായിട്ട് വന്നത് അവരുടെ പഠിപ്പ്, ഫിനാൻഷ്യൽ ഫ്രീഡം, ധൈര്യം ഇതൊക്കെയായിരുന്നു. ടുഡേ ഐ ലവ് മൈസെൽഫ്. ഇപ്പോഴും ഉണ്ട് ആൾക്കാർ എൻ്റെ സ്കിൻ കളറും മുഖത്തെ പാടൊക്കെ വെച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നവർ. പക്ഷെ ഇപ്പോൾ വല്ലാണ്ട് ഏൽക്കാറില്ല. എൻ്റെ ബ്യൂട്ടി റൂട്ടീൻ, മേക്കപ്പ് ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. സർജറീസ് ചെയ്യണം എന്ന മൈൻഡൊന്നും ഇപ്പം ഇല്ല. ഇപ്പം എൻ്റെ പ്രയേഴ്സ്, സക്സസ്, ഹാപ്പിനെസ്, പീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യുന്ന സംസാരങ്ങളിൽ ഞാൻ കൂടാറില്ല. ഐ ഏദർ ട്രൈ ടു സ്റ്റോപ്പ് ഇറ്റ് ഓർ വാക്ക് അവേ. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു. ഐ റെസ്പെക്ട് മൈ ബോഡി ഫോർ വാട്ട് ഇറ്റ് ഹാസ് ക്യാരിഡ് മീ ത്രൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എൻ്റെ സേഫ് സ്പേസ് ഞാൻ തന്നെയാണ്. നിങ്ങളും ഇതുപോലെ ബോഡി ഷേമിങ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് നോ, നിങ്ങളല്ല ഇവിടെ പ്രശ്നം. നിങ്ങളുടെ വാല്യൂ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ബ്യൂട്ടി അല്ല, ഇറ്റ്സ് യുവർ ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ലോകം മാറുന്നതിനനുസരിച്ച് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ സെൽഫ് വർത്ത് അത് നെഗോഷ്യബിൾ അല്ല. ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിൻ്റെ ഒക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് എന്തോ കുറവുള്ള പോലെയാണ് തോന്നുള്ളൂ. ഈ കമൻസ് ഒക്കെ പറയുന്ന ആൾക്കാർ പെർഫെക്റ്റ് ആണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഒരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവരവരുടെ ലൈഫിൽ ഹാപ്പി അല്ല. ഈ ഒരു അൺഹാപ്പിനെസ് ആണ് അവർ മറ്റുള്ളവരുടെ മേത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും അവർ അവരുടെ ഇൻസെക്യൂരിറ്റീസ്, സാഹചര്യങ്ങൾ, സങ്കടങ്ങൾ ഇതൊക്കെ ഹൈഡാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. സ്വന്തം ലൈഫിൽ സമാധാനം കണ്ടെത്തിയവർ മറ്റുള്ളവരെ തള്ളിയിടാൻ നോക്കില്ല. സോ അതൊന്നും മൈൻഡാക്കാൻ നിൽക്കാതെ മൂവ് ഓൺ വിത്ത് യുവർ ഓൺ ലൈഫ്. ഫോക്കസ് ഓൺ യുവർ ക്യാരക്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ഇൻസ്റ്റെഡ്. നമ്മൾ എത്രത്തോളം നമ്മളെ ഓണർ ചെയ്യുന്നോ അത്രയും മറ്റുള്ളവരുടെ പവർ നമ്മുടെ മേലെ കുറയും. സോ സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ദ വേൾഡ് ടു കോൾ യു ബ്യൂട്ടിഫുൾ ആൻഡ് ഡിസൈഡ് ദാറ്റ് യു ആർ ഓൾറെഡി. And as always, let's learn to live and not just survive. Take care, guys.